കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജ് വകുപ്പ് മേധാവിയിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം. നിറത്തിന്റെ പേരിൽ കടുത്ത അധിക്ഷേപമാണ് നിതിൻ രാജ് നേരിട്ടതെന്ന് കുടുംബം ആരോപിക്കുന്നു. കുട്ടിയെ പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നതെന്നും സീനിയേഴ്സിൽ നിന്നുള്ള റാഗിങ്ങും ആത്മഹത്യക്ക് കാരണമായെന്നും കുടുംബം പറയുന്നു. അവരെല്ലാവരും കൂടെ അവനെ കൊന്ന് പ്രിയമായി അവഹേളിച്ച് ജാതി കുറഞ്ഞവനെന്നും കറുത്തവനെന്നും പറഞ്ഞ് അവരെല്ലാവരും അവനെ കൊന്ന് കൊലവിളിച്ച് പുഴുത്തവനെന്നും പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥികളെ മുമ്പിട്ട് അവരെ എന്തിന് മാനസികമായി പീഡിപ്പിച്ച് കൊന്നവരെ. ആ കോളേജിലേര് എന്ത് നിയമ നടപടി എടുത്താലും അവർ പുറത്തു വരും. സനിസ ശോഭാചന്ദ്രനോട് വിവരങ്ങളുമായി ചേർന്നു. സനിസ, ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അവർ കരഞ്ഞുകൊണ്ട് അത് പറയുകയും ചെയ്യാണ്. പുഴുത്ത പട്ടി എന്നാണ് ആ കുട്ടിയെ വകുപ്പ് മേധാവി വിളിച്ചിരുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ആ കുട്ടി വലിയ റാഗിങ്ങിനും വിധേയനായിരിക്കുന്നു എന്നുമാണ് നിലവിൽ കുടുംബം പറയുന്നത്. എന്താണ് ഇതിലൊക്കെയുള്ള ഒരു വസ്തുത? നിലവിൽ പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ടോ? വിവരങ്ങൾ. ഷാമിലി, ഇന്നലെയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിന്നും 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടി ജീവൻ ഒടുക്കിയത്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ വന്നിരുന്നു. കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മുൻപും ഇതേപോലെ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ കുടുംബം പുറത്തു പറയുന്നത്. കൂടാതെ തന്നെ വകുപ്പ് മേധാവിയിൽ നിന്നും മറ്റ് 2 അധ്യാപകരിൽ നിന്നും സീനിയേഴ്സിൽ നിന്നും കൊടിയ റാഗിംഗ്, അതുപോലെ തന്നെ വലിയ മാനസിക പീഡനമാണ് ഈ നിതിൻ രാജ് ഈ കഴിഞ്ഞ കാലയളവിൽ നേരിട്ടതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ അച്ഛനോടും അമ്മയോടും നിതിൻ രാജ് വെളിപ്പെടുത്തിയിരുന്നില്ല. പകരം സഹോദരിയോടായിരുന്നു വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ മാനസിക പീഡനത്തിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിതിൻ രാജ് കറുത്തവനാണെന്നും കൂടാതെ പുഴുത്ത പട്ടിയെന്നും നമുക്ക് പൊതുമധ്യത്തിൽ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ പറഞ്ഞാണ് ഇയാളെ മാനസികമായി പീഡിപ്പിച്ചത്. കൂടാതെ കെട്ടിടത്തിലേക്ക് നിതിൻ രാജ് ലിഫ്റ്റിൽ കയറുന്ന ദൃശ്യങ്ങളടക്കം ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ കെട്ടിടത്തിലേക്ക് നിതിൻ രാജ് പോവേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല, എല്ലാവരും കൂടെ തന്റെ മകനെ കൊന്നു എന്നാണ് വളരെ വൈകാരികമായി നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വൈകാരികമായ പ്രതികരണമാണ് കുടുംബം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കുടുംബം നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ നിതിൻ രാജിന്റെ കുടുംബം, ബന്ധുക്കൾ അവിടെ കണ്ണൂർ അഞ്ചരക്കണ്ടി എത്തിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മൃതദേഹം അവർക്ക് കൈമാറിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ ചക്കരക്കൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട്. അത് ആ ഒരു വശത്ത് നടക്കുകയാണ്. കൂടുതൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കുടുംബം നിയമ നടപടിക്ക് കൈക്കൊള്ളണമെന്നും നീതി ലഭിക്കണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് കുടുംബം നടത്തുന്നത്. കൂടാതെ തന്നെ മുൻപ് കേരളത്തിൽ നടന്ന സിദ്ധാർത്ഥന്റെയും അതുപോലെ തന്നെ ജിഷ്ണു പ്രണോയ് അടക്കമുള്ളവരുടെ ഇത്തരം സംഭവങ്ങൾ, വളരെ വേദനാജനകമായ സംഭവങ്ങളും ഈ കുടുംബം എടുത്തു പറയുന്നുണ്ട്. എല്ലാവർക്കും നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം, ഇത്തരം കേസുകളിൽ കുട്ടികളുടെ ജീവൻ പൊലിയുന്ന കേസുകളിൽ ഇത്തരം നീതി ലഭിക്കുന്നില്ല എന്ന ഒരു ആരോപണം കൂടി ഈ ഒരു സമയത്ത് കുടുംബം ഉയർത്തുന്നുണ്ട്. വളരെ മോശമായ രീതിയിൽ, വളരെ ഒരു വിദ്യാർത്ഥിയെ മാനസികമായി വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് വകുപ്പ് മേധാവിയും 2 അധ്യാപകരും സീനിയേഴ്സും നിതിൻ രാജിനോട് പെരുമാറിയിട്ടുള്ളത്. അതിൽ മനംതൊന്നാണ് തന്റെ മകൻ ഇങ്ങനെ മരിച്ചത് എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. കൂടാതെ ഇതിൽ ഇനിയും നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം, ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് നിതിൻ രാജ് വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു. ഇന്ന് 3 മണിയോടെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു. അതിനിടെയാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് നിതിൻ രാജ് തന്റെ ജീവൻ എടുത്തത്, അല്ലെങ്കിൽ എന്താണ് അയാൾ അതിലേക്ക് നയിച്ചത്, ഇത്തരം കൊടിയ പീഡനങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലമായി, മരണത്തിലേക്ക് എത്തിച്ച ആ ഒരു സംഭവം എന്തായിരുന്നു എന്നതടക്കം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ കേരളത്തിൽ ഈ ജിഷ്ണു പ്രണോയുടെ കേസ് വന്നപ്പോൾ തന്നെ ഇത്തരം ഷാമിലി